ബൈ ഓസി. എന്ത് രക്ഷയില്ല. ടാറ്റാ ബൈ. ഗുഡ് മോർണിംഗ്. ഇവിടെയൊക്കെ കുറച്ച് പെയിൻറ്റിങ് ആയിരുന്നു. ഇവിടെ എല്ലാ സോഫയൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ പഴയ കോട്ടൺ ക്ലോത്തൊക്കെ ഇട്ട് മൂടിയിട്ടേക്കുക. ഇന്ന് വെളുപ്പിനെ ഓസി ആൻഡ് അശ്വിൻ ചെന്നൈ പോയി. ഓസിയുടെ ജ്വല്ലറിയുടെ ഡീലേഴ്സൊക്കെ അവിടെ എവിടെയാണ്. അവരെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഓസി പോയ ഒരു 3 day ട്രിപ്പ്. അമ്മൂസ് ഓൾസോ ഔട്ട് ഓഫ് സ്റ്റേഷൻ, കിച്ചൂസ് ഓൾസോ ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഹീസ് കമ്മിങ് ബാക്ക് ടുഡേ ഈവനിങ്. അപ്പം ഞാൻ ഈ പോയ ഒരാഴ്ച 3 പ്രാവശ്യം ഏർലി മോർണിംഗ് 4 മണിക്ക് അലാം വെച്ച് എണീറ്റു. ആൻഡ് ഇതുപോലത്തെ ഈ വെളുപ്പിനെയൊക്കെ എണീക്കി നമുക്ക് വല്ലപ്പോഴും ഒരു ദിവസം കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ എവറി ഓൾട്ടർനേറ്റ് ഡേ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടയറിങ്ങാണ്. ഇന്നലെ എനിക്ക് എണീക്കേണ്ടി വന്നു. കാരണം ഓസി ഇന്നാണ് പോകുന്നത് എന്നുള്ള കാര്യം എൻ്റെ ഡ്രൈവറിന് ഒരു കൺഫ്യൂഷനായിരുന്നു. പുള്ളി അങ്ങനെ വെളുപ്പിനെ എന്നെ വിളിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ അതുപോലെ ഉണർന്നു. രാവിലെയൊക്കെ നമുക്കൊന്ന് ഉണർന്നാൽ പിന്നെ ഉറക്കം കിട്ടത്തില്ല. എന്നാലും ഇന്ന് ഓസിയൊക്കെ പോയി. അപ്പോൾ ഇന്നലെ ഇഷാനി എന്നോട് ഇറങ്ങി ഗീ റൈസും ചിക്കൻ സ്റ്റൂ സുലുവിൻ്റെ വീട്ടിലാക്കുന്ന പോലെ ആക്കി കൊടുക്കാവോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇന്ന് അപ്പച്ചിയും വീട്ടിൽ പോയി. അപ്പച്ചി വീട്ടിൽ പോയിട്ട് ഞാൻ വിചാരിച്ചപ്പോൾ നോക്കാം എങ്ങനെ സുലുവിനെ ആക്കുന്ന അത്ര നന്നായിട്ട് നമ്മൾ ഒന്ന്. അപ്പോൾ സുലുവിനെ വെച്ചാൽ സുലു 2-3 റെസിപ്പീസ് ഇട്ട് തന്നു. ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ചെയ്തിട്ടെടുക്കണം. ഞാൻ വെച്ചാൽ രണ്ടിൻ്റെയും കൂടെ ഒരു കോംബോ ചെയ്യാം. ഗീ റൈസ് ഞാൻ ആക്കി. ഇനി അടുത്തത് ചിക്കൻ സ്റ്റൂ ആക്കണം. അതിന് ഞാൻ മുകളിൽ പോവാം. ഇവിടെ നമ്മുടെ സ്ഥിരം യൂസ് ചെയ്യുന്ന കുക്കേഴ്സൊക്കെ എല്ലാം വാഷറൊക്കെ ലൂസായി ഒക്കെ ഇവർ ലേഡീസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒട്ടും കെയർ കൊടുക്കില്ല. അവരുടെ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് എൻ്റെ അടപ്പെടുത്ത് ഇങ്ങോട്ടിറങ്ങി എൻ്റെ ആ പിടിപൊട്ടി അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോവും. അപ്പം എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഷൂട്ട് ചെയ്യാൻ ഞാനൊരു കുക്കർ വാങ്ങിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്കൊക്കെ ഡെയിലി കുക്കിങ്ങിന് കൊടുത്തെങ്കിൽ ഇതിനിപ്പോൾ റെഡ് കളറൊക്കെ വൈറ്റ് കളറായി തീർന്നേ. അതുകൊണ്ട് ഞാൻ ഈ 1-2 പാത്രങ്ങൾ ഇങ്ങനെ ഞാനൊന്ന് മാറ്റി വയ്ക്കും എനിക്ക് കൈകാര്യം ചെയ്യാനായിട്ട്. ഈ പുതിയ കിച്ചൺ വന്നിട്ട് വേണം മോശമായതും പഴയതും എല്ലാം മാറ്റാൻ. ഇതല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ നമ്മുടെ ഇവിടെ 5-6 കുക്കറുണ്ട്. പക്ഷേ ഒന്നും പ്രോപ്പറായിരിക്കത്തില്ല. ബിക്കോസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് റഫാണ് ഇവരെല്ലാം ഹാൻഡിൽ ചെയ്യുമ്പോഴേ. അങ്ങോട്ടിട്ടും ഇങ്ങോട്ടിട്ടും പടപട എന്നൊക്കെ സൗണ്ട് കേൾക്കും പാത്രങ്ങളുടെയൊക്കെ. ദേഷ്യം വരുമ്പോൾ ഇവർ തമ്മിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സംസാരം നടന്നിട്ടൊക്കെ ദേഷ്യം വരുമ്പോൾ പാത്രമൊക്കെ എടുത്ത് ഇങ്ങോട്ടെറിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എറിയാതിരിക്കാൻ പറ്റിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാനെടുത്ത് മാറ്റി വയ്ക്കും. അത് ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ കയറുമ്പോഴോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടൊരു കുക്കർ എടുക്കുമ്പോൾ അതിൽ കൂടെ വിസിൽ വരില്ല, മറ്റേ എയറൊക്കെ പുറത്ത് പോവും, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ചമ്മിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡീസൻ്റായിട്ട് ചെയ്യാൻ 1-2 പാത്രം എപ്പോഴും മാറ്റി വെച്ചേക്കാം. അപ്പോൾ അതിലൊരു പാത്രമായിട്ട് ഞാൻ സുലുവിൻ്റെ ഒരു ചിക്കൻ സ്റ്റൂ ആക്കാൻ പോവാണ്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഭാഗത്ത് അറിയാലോ, ഒരു ലുക്കില്ലാത്തൊരു സ്ഥലമാണ്. നോക്കട്ടെ. ഞാൻ രാവിലെ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ നിൽക്കുന്ന പുള്ളിക്കാരൻ ചോദിച്ചു വീഡിയോ എടുക്കുന്നില്ല. അയ്യോ ഗീ റൈസിൻ്റെ വീഡിയോ എന്നെ എടുത്താൽ നാട്ടുകാരെന്നെ ഓടിച്ചിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഗീ റൈസ് എടുക്കില്ല. ചിക്കൻ ആക്കുമ്പോൾ നോക്കട്ടെ, ഒരു മൂഡ് വരുവാണെങ്കിൽ ചിക്കൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ ഞാൻ പറയും. അപ്പോൾ നമുക്ക് പോയി കുറച്ച് ചിക്കൻ സ്റ്റൂ ആക്കുന്ന വീഡിയോ നോക്കാം. ഇന്ന് ഞങ്ങളുടെ ബാൽക്കണി പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ളൊരു ഊഞ്ഞാലിന്ന് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നു. ടുഡേ ഈസ് എ വെരി ബിസി ഡേ ആൻഡ് എ വെരി മെസ്സി ഡേ. വീട് അത്രയും കുളമായിട്ട് കിടക്കും. ഇനി പൊടിയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യാൻ നമ്മൾ കുറേ കഷ്ടപ്പെടും. അൻസുക്കുട്ടി എക്സാമിന് പോയി. ജോബിന് ഇന്ന് ലീവാണ്. ജോബിൻ്റെ സിസ്റ്ററിന് ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ജോബിന് ലീവാണ്. പകരം ബിനീഷ വന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ കമോൺ ലെറ്റ്സ് ഗോ. ചിക്കൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഈ സഫീല 2 കൂടെ വേണം. എരി ഇതിലാണ് വരുന്നത്. ഒരു 4 മുളകാകാം. കുറച്ച് ചെറിയ ഉള്ളിയുണ്ട്, സവാളയുണ്ട്, ഫസ്റ്റ് തേങ്ങാപ്പാൽ, പിന്നെ സെക്കൻഡ് തേങ്ങാപ്പാലും ഉണ്ട്. അങ്ങനെ കഴിക്കാൻ വൃത്തിയാവില്ല. നല്ലപോലെ പാക്കിങ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. നമുക്കിതിനകത്തോട്ട് നമ്മുടെ ഇതിടാം. ചിക്കനിടാം. കുറച്ച് സവാള, കടുവൊന്നുമില്ല, സവാള, സഫീല എനിക്കൊന്ന് ചിക്കൻ കിട്ടിയാലും ഇതിനകത്തോട്ട്
എനിക്ക് ക്യാമറ പിടിക്കണം. കത്തിയിലിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല, സോറി, ക്രഷ് ചെയ്ത ജിഞ്ചർ ഗാർലിക്. സഫില, ഇനി നമുക്ക് മുളകിടാം. मैं आ रही हूँ, एक मिनट. പണിക്കാരൻ പൊട്ടേറ്റോ ഇട്ടു. ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു. കുറച്ച് കുരുമുളക്, ഈ രണ്ടാം പാലിട്ട് കൊടുക്കും. ക്ലോസ് ചെയ്തു. 2 വിസിൽ കേൾക്കുമ്പോൾ ഓഫാക്കാം. കുരുമുളക് ഇതൊന്ന് ഇട്ടിട്ട് കുരുമുളക് 2 പീസ് തരാം. ഇതിനകത്തുണ്ടോ കുരുമുളക്? 2 പീസ്, 3-4 കുഞ്ഞു പീസ്. ഇതുണ്ടോ? അപ്പം മറ്റേ ആ ഒരു കുപ്പിക്കകത്ത് നിർത്തി തരാം. അത് പിന്നെ പുള്ളിക്കാരി വരുമ്പോൾ എടുക്കാം. അവൾക്ക് പൊക്കമുണ്ട്. നമ്മുടെ കറി കാണാൻ ചെറിയൊരു ലുക്കൊക്കെ ഉണ്ട്. ചിക്കൻ വെന്തു എന്ന പ്രതീക്ഷയിൽ 1-ാം പാൽ ഒഴിക്കുന്നു. സ്റ്റൂ റെഡിയായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെയുണ്ട് ഷാനിക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ചുമ്മാ ആക്ച്വലി ഇപ്പം പുതിയ കിച്ചണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ഞാൻ ആകെ എന്ത് പണിക്കാരൊക്കെ വന്നപ്പോഴേ കുറേ പ്രാവശ്യം പോകേണ്ടി വന്നു ബെഡ്റൂമിൽ. നമ്മുടെ വീട്ടിലെ സ്റ്റൂവിന് ടേസ്റ്റ് ഓർമ്മയില്ലായിരുന്നു, കാരണം പണ്ടല്ലേ ആക്കിയിട്ടുള്ളത്. അത് നമ്മൾ അപ്പത്തിൻ്റെ കൂടെ കഴിച്ചിട്ടുള്ളൂ. ഈ കോമ്പിനേഷൻ നമ്മൾ ഈ അടുത്താണ് അറിഞ്ഞത്. ഗീ റൈസും ചിക്കൻ സ്റ്റൂ ബെസ്റ്റ് കോമ്പിനേഷൻ എവർ. കാരണം നോർമൽ ചിക്കൻ കറി ആകുമ്പോൾ ഹൻസുമൊക്കെ വാരിക്കോരി ചോറിൻ്റെ മേൽക്കൂടെ ഒഴിക്കും, പക്ഷെ അത് എനിക്കൊരു എരിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതാവും. പക്ഷേ ആക്ച്വലി അതിൻ്റെ ആ ഒരു മസാല ആ ചോറിൽ കിട്ടിയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എരി സഹിക്കാൻ പറ്റില്ല. എന്നാൽ ഇതിന് അത്ര എരിയില്ല. അപ്പോൾ ചോറിൻ്റെ മേലിൽ കൂടെ ഫുൾ ആ ഗ്രേവി ഒഴിച്ചും കഴിക്കാം, എരിയും ഇല്ല, മസാലയും ഉണ്ട്. വെരി കംഫർട്ടബിൾ ടു ഈറ്റ്. ഞാൻ ഇന്നലെ തൊട്ടിങ്ങനെ ഇത് കഴിക്കാനായിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുകയായിരുന്നു. സൂപ്പർ സൂപ്പർ. ഞാൻ വെച്ച് ഫ്ലോപ്പായി കാണുന്നത്. കാരണം ഞാൻ ഈ പണിയുടെ ഇടയിൽ 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പണിക്കാർ ഓരോ ഹിന്ദിയിൽ ഡൗട്ട് ചോദിക്കുമ്പോൾ പോകും. പച്ചമുളക് ആക്കി 4 ഇട്ടുള്ളൂ. എനിക്ക് 7-8 പച്ചമുളക് ഇടണമായിരുന്നു. എനിക്ക് പക്ഷേ ഈ എരിവ് ഓക്കെയാണ്. ആണോ? ഞാൻ പിന്നെ എരിവ് കൂട്ടാൻ കുരുമുളക് ഇട്ടത്. കാരണം അമ്മയ്ക്ക് ചുമന്ന കറിയാണ് ഇഷ്ടം. ഇപ്പോൾ അതുകൊണ്ട്
ഒരു മൂഡ് മാറാൻ കുറച്ച് ചോറും രസവും കൂടെ കൊടുത്ത്. ചമ്മന്തി തന്നെ ഇഷ്ടം. രസം കഴിച്ചപ്പോൾ ശരിയായോ? നമ്മുടെ ഇവിടെ പണി ഡാഡിയൊക്കെ ആണെങ്കിൽ ഇത് കൂട്ടില്ല. ഡാഡിക്ക് ചേട്ടാ ഇന്ന് ഇവിടെ പെയിൻറ്റിങ് ആയിരുന്നു. ഇവിടെ സാധനങ്ങളെല്ലാം മൂടിയിട്ടേക്കുക. വീടൊരു മെസ്സാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇഷാനി ശരിയാകുമ്പോൾ നല്ലതുപോലെ കുക്കിംഗ് നല്ലപോലെ ആക്കാം. സോ എൻജോയ് യുവർ ലഞ്ച്. താങ്ക്സ്. നമ്മുടെ പണി ഇപ്പോഴും തീർന്നിട്ടില്ല. ഇവിടെയൊക്കെ ഇളക്കിയിട്ട് കുറേ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി. അതിങ്ങനെ ആഴ്ച തോറും വരുന്ന വേസ്റ്റൊക്കെ കൊണ്ടുപോകും. ജാമ്പയ്ക്ക നോക്കിയേ, അടുത്ത വീട്ടിൽ ഏതോ കുട്ടി വിളിക്കുന്നു, അമ്മ. Look at this. ചാമ്പയ്ക്ക പഴുത്ത് വരുന്നുണ്ട്. പക്ഷെ ഓസി നാളെ എത്തും. ഒന്നും കൊത്താതേക്ക് ഇരുന്ന നാളെ നമുക്ക് പറിക്കാം. അത്യാവശ്യമുണ്ട്, ഓസിക്ക് കഴിക്കാനും വേണ്ടിയുണ്ട്. ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടതിൽ ധാരാളം ക്വസ്റ്റ്യൻസ് വന്നു. ഞാൻ ഇന്നലെ കുറച്ചൊക്കെ ആൻസർ ചെയ്തു. ഇനിയും കുറച്ച് ആൻസർ ചെയ്യണം. ധാരാളം മലയാളികളല്ലാത്ത ആൾക്കാർ എനിക്ക് വന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. എല്ലാ വീഡിയോസും ഇംഗ്ലീഷിൽ സംസാരിക്കാവോ എന്ന്. ഞാൻ ചില സമയത്തൊക്കെ സംസാരിച്ച് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് ഇംഗ്ലീഷിലായി പോവും. ഞാൻ ചില ടോപ്പിക്ക് സംസാരിച്ച് വരുമ്പോൾ ഇംഗ്ലീഷിലാകുമ്പോൾ ഞാൻ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ധാരാളം പേര് വന്നിട്ട് എന്തിനാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് ധാരാളം പേര് ചോദിക്കാറുണ്ട് കേട്ടോ. എന്നാലും I'll try. മേ ബി നമുക്ക് ചില വീഡിയോസ് എക്സ്ക്ലൂസീവ്ലി ഫുള്ളി ഇംഗ്ലീഷിലാക്കിയാലോ, നോക്കാം. വെരി ഹോട്ട് ഇന്ന് March 9th. സഹിക്കാൻ വയ്യാത്ത ചൂട്. ഞാൻ ഇപ്പം എന്നുവെച്ചാൽ ദേഹം കഴുകി ഒന്ന് ഡ്രസ്സ് എടുത്ത് ഇടുമ്പോൾ വീണ്ടും തുടങ്ങും വിയർക്കാൻ. ഒരു ചെറിയ ജോലി ചെയ്താൽ മതി, അപ്പോൾ വിയർക്കും. പകൽ സമയത്തൊന്നും AC ഇട്ടിരിക്കുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ലല്ലോ. ഞങ്ങളുടെ ഇവിടെ നിന്ന പഴയ പ്ലാവില്ലേ, അത് കേടായിപ്പോയി. കേടായിപ്പോയതാ, എന്തോ ഒരു മരുന്നിട്ടത് കൂടിപ്പോയതാ കേട്ടോ. ഇത് പുതിയത് കിച്ച് നട്ടതാ. അതിൽ ഫുള്ള് കുഞ്ഞു കുഞ്ഞു ചക്ക നിൽക്കുന്നു. രക്ഷപ്പെടുമെന്ന് അറിയിക്കോട്ടെ. ഞാൻ അതിൻ്റെ ക്ലോസപ്പ് കാണിച്ചു തരാം. നമ്മുടെ ഔട്ട്ഡോർ കിച്ചൺ, അതാണ് നമ്മുടെ ഔട്ട്ഡോർ കിച്ചൺ. ഇൻഡോർ കിച്ചണിൽ പണി എടുക്കുന്നതിനേക്കാൾ എല്ലാവരും ഇവിടെ ഹാപ്പി ജോളിയാക്കണം. നല്ല തണലുണ്ട്, പുറത്തിറങ്ങിയിരിക്കാം, ഇഷ്ടം പോലെ സ്പേസ് ഇപ്പോൾ അവിടെ ഉണ്ട് അവർക്ക്. എല്ലാവരും കൂടെ രാവിലെ ആയിട്ട് ഇവിടെ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുക. മാംഗോസ്റ്റീൻ എല്ലാ വർഷത്തേക്കാൾ കുറച്ച് കൂടുതലുണ്ട് ഇത്തവണ. നമുക്ക് മുകളിലും ഉണ്ട്. നല്ല ഭംഗി കേട്ടോ അതിൻ്റെ പൂ കാണാൻ. നമ്മൾ ക്ലോസപ്പിൽ നോക്കുമ്പോഴേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഓക്കെ, വെരി പ്രിറ്റി. ഞാൻ ഇൻസ്റ്റയിലിട്ട ഇൻസ്റ്റാ Q&Aയിൽ നിന്ന് ഉള്ള 2-3 റാൻഡം ക്വസ്റ്റ്യൻസ് എടുത്ത് വിൽ ആൻസർ ഹിയർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആരോ ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ദ ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ സിസ്റ്റർ, മീ ആൻഡ് മൈ സിസ്റ്റർ. ആൻഡ് ഞാൻ ആ ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം ഇന്നലെ എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഷീ ഈസ് ബോൺ ഇൻ 1977 March 8th. എന്നെക്കാൾ 5 വയസ്സും 4 മാസവും ഇളയതാണ് എൻ്റെ അനിയത്തി. ആക്ച്വലി എൻ്റെ അമ്മയ്ക്ക് എൻ്റെയും അനിയത്തിയുടെയും ഇടയ്ക്ക് എനിക്കൊരു 1.5 വയസ്സുള്ളപ്പോൾ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആൺകുട്ടി. പക്ഷേ ആ കുട്ടി ജനിച്ച് 6th or 7th day മരിച്ചുപോയി. ടെറ്റ്നസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഹോസ്പിറ്റലിൻ്റെ എന്തോ ഇത് പറ്റിയതാണ്. എനിക്ക് നല്ല ഇതില്ല, പറഞ്ഞു കേട്ടിട്ടുള്ള അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള മറ്റേ സിസേഴ്സ് യൂസ് ചെയ്തുള്ള സംതിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടിക്ക് ടെറ്റ്നസ് ആയി. സോ ദാറ്റ് ബേബി പാസ്ഡ് അവേ. ഇപ്പം ആ കുട്ടി ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഐ വുഡ് നെവർ ഹാഡ് എ സിസ്റ്റർ. മേ ബി ആ ഗേൾ ബോയ് ആകുമ്പോൾ എല്ലാവരും പിന്നെ അതോടെ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ടൈമിൽ ഈ ഒരു പോയൊരു 20 വർഷത്തിനകത്തൊക്കെയാണ് ആൾക്കാർ കൂടുതൽ കുട്ടികളൊക്കെ ഓപ്റ്റ് ചെയ്യുന്നത്. പണ്ടൊരു ടൈം 1 or 2 നിർത്തുന്ന, എൻ്റെയൊക്കെ ആ സീസണിലെല്ലാം ഇറ്റ് ഇസ് ലൈക്ക് ലിറ്ററലി 1 or 2. ഫ്രണ്ട്സൊക്കെ മിക്കതും 2 ആണ്, റെയറാണ് 3 ഒക്കെ ഉള്ളത്. അപ്പോൾ അന്നൊരു പക്ഷേ എൻ്റെ ബ്രദർ ജീവിച്ചിരുന്നെങ്കിൽ മേ ബി മൈ സിസ്റ്റർ വുഡൻറ്റ് ഈവൻ ഹാവ് കം, ബട്ട് ഐ എം ഗ്ലാഡ് ഷീസ് ഹിയർ. സിമി ജനിക്കുമ്പോൾ ഞാൻ UKG പഠിക്കുക. UKGയുടെ മറ്റേ എക്സാം എഴുതാറാവുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയമായിരുന്നു കാണും.
അപ്പോൾ ഞാൻ പഠിച്ചിരുന്ന നഴ്സറിയുടെ വളരെ അടുത്താണ് എൻ്റെ അമ്മ പ്രസവിച്ച ഹോസ്പിറ്റൽ. ആറ്റിങ്ങലിലെ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട്. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ, ഇപ്പോൾ അത് ഡോക്ടർ ജ്യോതി ദേവിൻ്റെ ഡയബറ്റിക് ക്ലിനിക് എന്തോ ആണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് റൈറ്റിലോട്ട് ടേൺ ചെയ്ത് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു നഴ്സറി സ്കൂളുണ്ട്. അവിടെയാണ് ഞാൻ കുഞ്ഞിലേ പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് എൻ്റെ ഫാദർ പുറത്താണ്, അമ്മയുള്ളൂ. അമ്മയ്ക്ക് അങ്ങനെ പാരൻസ് ഒന്നുമില്ല, അമ്മയുടെ പാരൻസൊക്കെ മരിച്ചിരുന്നു. സോ അന്ന് അപ്പച്ചി ഞങ്ങളുടെ കൂടെ. അപ്പോൾ അപ്പച്ചി എൻ്റെ നഴ്സറിയിൽ എന്നെ വിളിക്കാൻ വന്നു ഒരു 12 മണിയൊക്കെ ആയപ്പോൾ. അപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ പോയി ഡെലിവറിക്ക് പോയേക്കുവാണ്. അങ്ങനെ അപ്പച്ചി വന്നു വിളിച്ചു. ഞങ്ങളെനിക്ക് ഓർമ്മയുണ്ട്, നടന്ന ഒരു 3-4 മിനിറ്റ് നടക്കുമ്പോൾ ഹോസ്പിറ്റലിലെത്തും. നടന്നു, അവിടെ വന്നു. അപ്പോൾ അമ്മ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറി പോവായിരുന്നു. അന്നൊക്കെ നടന്ന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാനും അപ്പച്ചിയാണ് ഈ സിനിമയിലൊക്കെ കാണുന്ന വെളിയിൽ ഹസ്ബൻഡൊക്കെ നിൽക്കുന്ന പോലെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, വെളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നത്. വി വെയിറ്റഡ് ആൻഡ് എത്ര മണിക്കാണ് പ്രസവിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സിമി ജനിച്ചു കൊണ്ടുവന്നു. ഷി വാസ് വെരി ക്യൂട്ട് ബേബി, ഭയങ്കര ക്യൂട്ടായിരുന്നു. ആൻഡ് എനിക്കൊരു ലൈവായിട്ട് ഒരു ടോയ് കിട്ടുന്ന ആ ഒരു ഫീലായിരുന്നു. ഐ വാസ് സോ എക്സൈറ്റഡ്. കാരണം ആ സമയത്ത് ഞാനും സിമിയായിട്ട് അത്യാവശ്യം ഏജ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എൻ്റെ പല നഴ്സറിയിലെ ഫ്രണ്ട്സിനൊക്കെ അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. എനിക്കൊരു ഐ മിസ് ഹാവിങ് എ സിസ്റ്റർ ഓർ ബ്രദർ. ഞാൻ പറഞ്ഞു എനിക്കും വേണം എന്നൊക്കെ ഞാൻ അന്ന് പറയുന്നത്. അപ്പോൾ സിമി ജനിച്ചപ്പോൾ ഐ വാസ് ലൈക്ക് സോ ഹാപ്പി, എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു. ഷി വാസ് എക്സ്ട്രീംലി ക്യൂട്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ഒരു ബ്ലൂ കളർ ഒരു ഇതിലാണ് അങ്ങനെ റാപ്പ് ചെയ്തൊക്കെ കൊണ്ടുവന്നത്. ആൻഡ് ഒരു 3-4 ഡേയ്സ് ഐ തിങ്ക് നമ്മൾ വീട്ടിൽ പോയി. അന്ന് ഞാനും അപ്പച്ചിയാണ് സിമിയെ റിസീവ് ചെയ്യാൻ തന്നെ. ആൻഡ് ഞാൻ ഭയങ്കരമായിട്ട് സിമിയെ ഓവറായിട്ട് കെയർ ചെയ്യുന്ന ഒരു സിസ്റ്ററായിരുന്നു. ലൈക്ക് ഐ ടു ടേക്ക് സോ മച്ച് ഓഫ് കെയർ. ലൈക്ക് ഊട്ടിയിൽ എൻ്റെ കൂടെയൊക്കെ വന്നപ്പോൾ ഞാൻ സിമിക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കുമായിരുന്നു. കുളിപ്പിച്ച് വരെ കൊടുക്കുമായിരുന്നു. സിമി കുഞ്ഞായിരുന്നുകൊണ്ട് ഞാനായിരുന്നു അല്ലെങ്കിൽ കൊച്ചു കുട്ടികളവിടെ ആയമാരെ കുളിപ്പിക്കണം. അപ്പോൾ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെ കൊച്ചിലെ ആയമാർ കുളിപ്പിക്കുമ്പോൾ അവരിങ്ങനെ വലിയ ബാത്റൂം ഇട്ടെ അവിടെ 3-4 പിള്ളേർ ഒരുമിച്ചാണ് കൊണ്ടുപോകണം. അവരിങ്ങനെ കുറേ എണ്ണ തലയിൽ തേക്കും, എല്ലാവരെയും അങ്ങോട്ട് പിടിച്ചിരുത്തും, കുറേ ഷാമ്പൂ ഇടും, കുറേ സോപ്പ് ഇങ്ങനെയൊക്കെ തേച്ച് തരും. അപ്പം നമുക്ക് കണ്ണിൽ പോയി എന്നൊക്കെ പറഞ്ഞാൽ കീപ് ക്വയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ചൂടുവെള്ളമൊക്കെ കോരി ഒഴിക്കും. അപ്പോൾ ഒരു സുഖമേ ഇല്ലായിരുന്നു. അപ്പം ഞാനൊക്കെ 3ാം ക്ലാസ്സിലൊക്കെ അവരിങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ അനിയത്തിയെ ഞാൻ അതിന് വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് അനിയത്തിയെ ഞാനായിരുന്നു വെള്ളമൊക്കെ എടുത്ത് വെച്ച്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അനിയത്തി 3ാം ക്ലാസ്സിലാണ് അവൾ അവിടെ ജോയിൻ ചെയ്തത്. അതുവരെ അവൾ സർവോദയയിലായിരുന്നു, ട്രിവാൻഡ്രം സർവോദയയിലെ ബോർഡിങ്ങിലായിരുന്നു. അപ്പോൾ ഞാനായിരുന്നു അവളെ കുളിപ്പിക്കുന്നതും അവൾക്ക് വേണ്ടിയുള്ള എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. ലൈക്ക് ഐ വാസ് ലിറ്ററലി ഐ ഷുഡ് ഡു എവറിത്തിങ് ഫോർ ഹർ. സോ യെസ്റ്റർഡേ വാസ് ഹർ ബർത്ത്ഡേ. ആൻഡ് ഇത് എത്ര വയസ്സായി? 48. സിമിക്ക് 48 ഇയേഴ്സായി. ഐ കാൺ ബിലീവ് ഇറ്റ്. ഇന്നാളായിരുന്നു അവൾ കുഞ്ഞായിരുന്നത്. സിമിക്ക് ഏകദേശം ഒരു 10 വയസ്സും എനിക്കൊരു 15 വയസ്സുമൊക്കെ ആ സമയത്താണ് സിമി എന്നെക്കാൾ പൊക്കം വെച്ച് തുടങ്ങിയത്. അതെൻ്റെ ഈഗോയെ വല്ലാതെ ഹേർട്ട് ചെയ്തു കേട്ടോ. ഞാൻ എക്സാക്ട്ലി പറഞ്ഞു, ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു ക്രിസ്മസ് വെക്കേഷൻ ഞങ്ങളെ വീട്ടിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. വി കുഡ്ന്റ് ഗോ ഹോം ബിക്കോസ് വി ഹാഡ് എക്സ്ട്രാ ക്ലാസ്സസ്. അപ്പോൾ ആ വെക്കേഷന് ഞങ്ങളൊക്കെ ഊട്ടി തന്നെ നിന്നപ്പോൾ സിമിയൊക്കെ അങ്ങ് മസ്കറ്റിൽ പോയി. അപ്പോൾ അതുവരെ സിമി എന്നെക്കാൾ കുഞ്ഞായിരുന്നേ. ഇവിടെ നല്ല ലൈറ്റും പിടിച്ച് നിന്നപ്പോൾ അവന്മാരുടെ മെഷീൻ ഓൺ ചെയ്തു. ഓക്കെ, അപ്പോൾ അതുവരെ സിമി എന്നെക്കാൾ കുഞ്ഞായിരുന്നു. ആ വെക്കേഷനിൽ 1.5 മാസത്തെ വെക്കേഷൻ ഇവൾ പോയിട്ട് ഇവൾ എന്താണ് കഴിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് അവൾ തിരിച്ച് വന്നപ്പോൾ എന്നെക്കാൾ ഇത്രയും കൂടെ പൊങ്ങി. എനിക്കതങ്ങ് സഹിക്കാൻ പറ്റാത്ത പോലെയായിരുന്നു. ലൈക്ക് വാട്ട് ദ ഹെൽ, ഹൗ ക്യാൻ ഷീ ബിക്കം ബിഗ്ഗർ ദാൻ മീ എന്നുള്ളൊരു ഫീൽ എനിക്ക് ഭയങ്കര ഈഗോ. എല്ലാവരും യുവർ സിസ്റ്റർ ഈസ് ബിക്കമിങ് ടോൾ, യുവർ സിസ്റ്റർ ഐ തിങ്ക് ഷീ ഈസ് ഗോയിങ് ടു ബി എ ടോൾ ഗേൾ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഈഗോ എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യാറ്. പിന്നെ ഒരു പോയിന്റിൽ ഞാനതങ്ങ് ആക്സെപ്റ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചാൽ മേ ബി എൻ്റെ അമ്മയ്ക്ക് പൊക്കം കുറവുകൊണ്ടായിരിക്കും. എനിക്ക് പിന്നെ എൻ്റെ മനസ്സിലത് വന്നു, ഓക്കെ ഡാഡിക്ക് പൊക്കം ഉള്ളതുകൊണ്ടായിരിക്കും സിമിക്ക് പൊക്കം കിട്ടിയേ, ആൻഡ് അമ്മയ്ക്ക് പൊക്കം കുറവുണ്ടായിരിക്കും എനിക്ക് പൊക്കം കിട്ടാത്ത എന്നൊക്കെ ഞാൻ ഏതോ ഒരു പോയിന്റിൽ ആക്സെപ്റ്റ് ചെയ്ത് പിന്നെ അങ്ങ് സിമി ഞാൻ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഡിങ് 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 എന്ന് പോയി അങ്ങ് ഭയങ്കര പൊക്കം വെച്ചു. അമ്മൂനേക്കാൾ പൊക്കമാണ് സിമിക്ക്. ഐ തിങ്ക് ഷീസ് 5'7" or 5'7.5" ഐ തിങ്ക്. ഷീ ബിക്കം വെരി ടോൾ. സോ ഞാൻ ഇന്നിപ്പോൾ ഈ സിമിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞത് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് ഹെർ ബർത്ത്ഡേ യെസ്റ്റർഡേ ആൻഡ് ഐ വാസ് റിമെമ്പറിങ് 48 വർഷം മുന്നേ നടന്ന നമ്മുടെ ലൈഫിലെ ഇൻസിഡൻസ്. ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടിരുന്നു അതൊന്നും എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ഐ റിമെമ്പർ ദ ഫ്ലാനൽ ഇൻ വിച്ച് ഷീ വാസ് കവേർഡ്, വിച്ച് വാസ് ഒരു
സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറായിരുന്നു. ബാക്കി എല്ലാ സീൻസ് എനിക്ക് വളരെ ക്ലിയറാണ്. അപ്പച്ചി എന്നെ വിളിക്കാൻ വരുന്നത് തൊട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതും ആ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ അവിടെ നിൽക്കുന്നതും അമ്മ അകത്ത് കയറി പോകുന്നതും കുഞ്ഞിനെ അവർ കൊണ്ട് കാണിക്കുന്നതും ഒക്കെ എനിക്ക് എക്സ്ട്രീംലി ഇങ്ങനെ ഫ്രഷായിട്ട് എൻ്റെ മെമ്മറിയിലുണ്ട്. ലൈക്ക് ഗുഡ്. 48 വർഷം മുമ്പുള്ള മെമ്മറീസൊക്കെ നമ്മുടെ മനസ്സിൽ ഇത്രയും ഫ്രഷായിട്ടുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് മുന്നേ ഉള്ളത് എൻ്റെ മെമ്മറിയിലുണ്ട്. സിമി ജനിക്കുന്നതിനൊക്കെ മുന്നേ ഉള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മെമ്മറിയിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇത്രയും കാലം മെമ്മറിയൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തു. നമുക്ക് വി ആർ ഗെറ്റിംഗ് ഓൾഡ് ആൻഡ് വി ഡോണ്ട് നോ ഹൗ ലോങ് നമ്മുടെ മെമ്മറീസൊക്കെ നമ്മുടെ കൂടെ എത്ര നാളും ഉണ്ടാവുന്ന പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ എൻ്റെ പഴയ കഥകളൊക്കെ ഇതുപോലെയൊക്കെ അങ്ങ് പറയുന്നത്. ഓർമ്മ വരുമ്പോഴത്തേക്കും കുത്തും കോമയൊന്നും വിടാതെ അങ്ങ് പറയുമ്പോൾ ഇറ്റ്സ് നൈസ് ടു ഈവൻ തിങ്ക് ദാറ്റ് ഓക്കെ യു ആർ ഏബിൾ ടു റിമെമ്പർ, റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് നൈസ്. ഞാനൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കൂടുമ്പോൾ സുലു ഹസീനയ്ക്കും എന്നെക്കാൾ മെമ്മറിയാണേ. ബാക്കി എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട്. എൻ്റെ ഫ്രണ്ട് ലേക്കയൊക്കെ യു റിമെമ്പർ ദാറ്റ്, യു റിമെമ്പർ ദിസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ലേക്ക നോ സിന്ധു ഐ കാൺട്ട് റിമെമ്പർ, ഹൗ ഡു യു റിമെമ്പർ ഓൾ ദാറ്റ് അങ്ങനെ ചോദിക്കും. ഞാൻ പറയില്ല, നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഫണ്ണി ഇൻസിഡൻസ് അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോർമൽസിയിൽ നിന്ന് മാറി നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർഡാണ്. ബിക്കോസ് പലപ്പോഴും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ആരെങ്കിലുമായിട്ടൊക്കെ ഇടയ്ക്ക് ഷെയർ ചെയ്യണുണ്ടാവും. ഷെയർ ചെയ്യുമ്പോൾ അത് നമ്മളിങ്ങനെ വീണ്ടും നമ്മളതിനെ വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ മനസ്സിൽ കയറ്റുമ്പോൾ ലൈക്ക് അത് നമുക്ക് വീണ്ടും ഇറ്റ് സ്റ്റേ ദയർ ക്ലിയർലി. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റിയാൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ വീണ്ടും ഷെയർ ചെയ്യണം. എൻ്റെ കൊച്ചിലെയുള്ള കഥകൾ, സ്കൂളിലെ കഥകൾ, കോളേജിലെ കഥകൾ, കുട്ടിക്കാലത്തെ കഥകളൊക്കെ ഞാൻ എൻ്റെ മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് കഥകളായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് ദിസ്, വി യൂസ്ഡ് ടു ഡു ദിസ്, നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയായിരുന്നു എന്നൊക്കെ. ആൻഡ് ക്യാരക്ടേഴ്സിനൊക്കെ വളരെ കളർഫുള്ളാക്കി, ക്യാരക്ടേഴ്സിനൊക്കെ ഒരു രൂപം അവരുടെ മനസ്സിൽ ഇങ്ങനെ വരുത്തി അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ലൈക്ക് എനിക്കും എൻ്റെ പഴയ കാര്യങ്ങൾ മെമ്മറിയിൽ എനിക്കിങ്ങനെ കൊണ്ടുവരാൻ പറ്റും. കുട്ടികൾക്കും കേൾക്കുമ്പോൾ നമ്മൾ സ്ഥിരം വായിക്കുന്ന കഥകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥകളായിരിക്കില്ലേ. അപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. മഞ്ഞ റംബൂട്ടാൻ ഈ വർഷം ചതിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പൂക്കളൊക്കെ ധാരാളമുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. പൂ വന്നു തുടങ്ങിയ എന്ത് സൗണ്ട്. പൂ വന്നു തുടങ്ങിയാൽ പിന്നെ നമ്മൾ ചൂടാണെങ്കിലും കുറച്ച് നാൾ മഴ പെയ്യല്ലേ എന്ന് വിചാരിക്കണം. പൂ നിറച്ച് നിൽക്കുമ്പോൾ മഴ, നല്ലൊരു കാറ്റും മഴയും വന്നാൽ ഉണ്ടല്ലോ, അതിൽ 3/4 വിൽ ഗോ ഓഫ്. കിച്ചു യൂസ് ചെയ്യുന്ന വേർഡാണ് ഇറ്റ് ഗെറ്റ്സ് അബോർട്ടഡ്. എന്ന് വെച്ചാൽ ഈ വരുന്നതിൽ ഒരു 80% ഓഫ് ദ പൂ വിൽ ഗോ ആൻഡ് ആ 20% ആണ് നമ്മൾ ഈ കാണുന്ന കൊലയായിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ്. ഇത്തവണ എങ്ങനെയാണെന്ന് അറിയണം. ഇത്തവണ ഡാഡിയുടെയൊക്കെ വീട്ടിൽ നല്ല കായ്ക്കുന്ന മരങ്ങളെല്ലാം ട്രിം ചെയ്യാൻ പോയവന്മാർ കുറച്ച് കാര്യമായിട്ടങ്ങ് വെട്ടിക്കളഞ്ഞു. അതുകൊണ്ട് ഈ വർഷം അവരുടെ വീട്ടിൽ പൂച്ചവെള്ളം കുടിച്ചോ. വെള്ളം കുറവാണല്ലേ, ഒഴിച്ചു തരാം. കുടിച്ചോടാ. നമ്മുടെ ഇവിടെ ഇത്രയും സൗണ്ടും ബഹളവും നടന്നിട്ട് ഓടിപ്പോവാതെ 3-4 പൂച്ച മാത്രമേ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നുള്ളൂ. കുഞ്ഞി പൂച്ചകളൊക്കെ പേടിച്ചിട്ട് ഓടിപ്പോയി. കാരണം എന്നും ഭയങ്കര സൗണ്ടല്ലേ, കഷ്ടമായിപ്പോയി. തിരിച്ച് വരുമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ പ്രഗ്നൻ്റ് ആവും, പ്രസവിക്കും, അതോടുകൂടി വീണ്ടും കുറേ കുഞ്ഞുങ്ങളാവും. ഞാൻ അവനെ ഫീൽ ചെയ്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവൻ കുടിക്കട്ടെ, അല്ലെങ്കിൽ അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. നമ്മുടെ ജോബിൻ്റെ സിസ്റ്റർ ഇന്നലെ പ്രസവിച്ചു. സിമിയുടെ ബർത്ത്ഡേ ഉണ്ട് അന്ന്. സോ ഐ ആം വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നലെ ആ കുട്ടി മെനിഞ്ഞാന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അഡ്മിറ്റ് ആക്കിയിരുന്നു. മെനിഞ്ഞാന്നല്ല, എന്നായിരുന്നു അഡ്മിറ്റ് ആക്കിയ? ഫ്രൈഡേ അഡ്മിറ്റ് ആക്കിയിരുന്നു. സോ ലൈക്ക് ഇന്നലെയാണ് ഡെലിവറി ഉണ്ടാവുമെന്ന് പറഞ്ഞത്. സോ നല്ല ദിവസമാണ്. മൈ സിസ്റ്റേഴ്സ് ബർത്ത്ഡേ പ്ലസ് ഇറ്റ്സ് വിമൻസ് ഡേ, ഗുഡ് ഡേ. ആൺകുട്ടിയാണ്. ഞാൻ എനിക്കിന്ന് സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് കാണാൻ പോകണം. ആ കുട്ടിയുടെ ഹസ്ബൻഡ് ലണ്ടനിൽ നിന്ന് സർപ്രൈസായിട്ട് ഇന്നലെ വന്നിരുന്നു. ഇവരാരും അറിഞ്ഞില്ല പുള്ളി വരുന്നത്. എന്നെ സർപ്രൈസായിട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞു. ചില സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു സീസണാണ്. ഇപ്പോൾ എനിക്കിവിടെ നിൽക്കണ എൻ്റെ ബിനീഷ്, എൻ്റെ അടുത്ത ഡ്രൈവറുള്ളൂ. ബിനീഷിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. എനിക്കിവിടെ പണ്ട് നിന്ന് ലിത്തു എന്ന് പറഞ്ഞ എൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ സീസണിലാണ് നമുക്ക് ചില സമയത്ത് നമ്മളെ ഫാമിലിയിൽ ആരെങ്കിലും പ്രഗ്നൻ്റ് ആകുമ്പോൾ അതുമായിട്ട് ചുറ്റിപ്പറ്റി നമുക്ക് പരിചയമുള്ള ധാരാളം പേര് പ്രഗ്നൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു പ്രഗ്നൻസി സീസണാണ്.
ഓസിയൊക്കെ ചെന്നൈയിലാണ്, നാളെ വരും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവിച്ചാൽ നമുക്കതൊക്കെ എടുക്കാം. ഞാൻ ഇനി അകത്ത് പോട്ടെ, ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങനെ സഫീലേനെയും കൊണ്ട് ഇവിടെ ഓസിയുടെ ഫ്ലാറ്റിൽ വന്നു. ഓസിയുടെ ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയൊക്കെ ചെയ്തു. ഇനി സഫീൽ ക്ലീൻ ചെയ്യേണ്ട സമയം. ഞാൻ ഇനി എൻ്റെ വെജിറ്റബിൾ ഷോപ്പിംഗ്. അയ്യോ ലിഫ്റ്റ്. ഞാൻ എൻ്റെ ഷോപ്പിങ്ങിനൊക്കെ അവിടെയൊന്നുമില്ല, ഷോപ്പിങ്ങിനൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിച്ചു വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചും കൊണ്ടുപോയി. ഈ ലിഫ്റ്റിനകത്ത് കയറി കണ്ടിരിക്കുമ്പോൾ ലിഫ്റ്റിനകത്തേക്ക് കുറേ പ്രാങ്ക്സ് ഇല്ലേ, നല്ല രസമാണ്. മറ്റേ പ്രേതം വരുന്നു പോകുന്നു. ഞാൻ ഓസിയെ വേർഡ്സ് ഡോണ്ട് കം ഈസി ടു മീ, എല്ലാം കുളവും. ഞാൻ ഓസിയെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്ന സമയത്ത് എനിക്കൊരു പൂവ്, എൻ്റെ കുഞ്ഞിലേ ഞങ്ങളുടെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളൊരു പൂവുണ്ട്. ആ പൂവിൻ്റെ മണം എനിക്കൊന്ന് കിട്ടണം എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ എന്നിട്ട് വേണ്ടത് ഞങ്ങൾ താമസിച്ചിരുന്ന ഗൗരീശ്വരവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ഏരിയയിൽ ഞാൻ എവിടെയും കണ്ടിട്ടേ ഇല്ല ആ പൂ. ഞാനിങ്ങനെ ഒക്കെ നോക്കും. എന്നും ഒരിക്കൽ ഞങ്ങൾ ടെറസിൽ നിന്നിട്ട് അടുത്തൊരു ലെയിനാണ്, അവിടുത്തെ ഒരു പറമ്പിലോട്ട് നോക്കിയപ്പോൾ ഞാൻ ഈ മണക്കണം എന്നാലോചിച്ച ആ ഒരു പൂ അവിടെ പൂത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോകണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി റോട്ടിൽ കൂടെ നടന്ന് ഒരു ലെയിൻ കയറിയാലേ പോകാൻ പറ്റും. ആ മരം ഇവിടെയുണ്ട്, നിങ്ങൾക്ക് കാണണം ആ ചെടി. ഇതാണ് ആ പൂ. ഈ പൂവിന് നല്ല മണമാണ്. എനിക്കെൻ്റെ പേരൊന്നും അറിയത്തില്ല. വരുൺ ധവാൻ്റെ ഒരു സിനിമയുണ്ട്, ഡിസംബർ എന്നെന്തോ പറഞ്ഞിട്ടൊരു സിനിമ. ഐ തിങ്ക് ദാറ്റ്സ് എ നെയിം ദ മൂവി. ആ സിനിമയിൽ ഈ പൂക്കൾ കാണിക്കും. ഓക്കെ, ഇതാണ് ആ പൂ. ഈ പൂ എനിക്ക് മണക്കണം, അതിൻ്റെ മണം എനിക്ക് വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി ഇതെല്ലാം പറക്കിയെടുത്ത് കൊണ്ടുവന്ന്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നേ, കുറേ പൂ കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവച്ച് അതിങ്ങനെ സ്മെല്ല് ചെയ്യും. അതിങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ഫീല് കിട്ടുമായിരുന്നു. ഓരോ പ്രഗ്നൻസിയിൽ ഇതുപോലെ വിചിത്രമായ ഓരോ ആഗ്രഹങ്ങളാണ് എനിക്ക്. അമ്മൂനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ കശുമാങ്ങ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഓസിയായിരുന്നപ്പോൾ ഇത്. ഇഷാനിയുടെ എന്തായിരുന്നു, എന്തൊക്കെയോ ഉണ്ടെങ്കിൽ ഓർക്കുമ്പോൾ പറയാം. ഹൻസൂനായിരുന്നപ്പോൾ എനിക്ക് തെങ്ങിൻ്റെ ആ മുകളിലത്തെ സാധനം കഴിക്കണമെന്നും, താഴമ്പൂ എന്ന് പറഞ്ഞൊരു പൂവുണ്ട്, അതിങ്ങനെ നേരിട്ട് കയ്യിലെടുത്തിട്ട് അത് മണക്കണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് രണ്ടും കിച്ചു ഒപ്പിച്ചുകൊണ്ട് വന്നു. കിച്ചു കാർ ഓടിച്ച് തമിഴ്നാട് വഴി വന്നപ്പോൾ നാഗർകോവിൽ കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് താഴമ്പൂ കൊണ്ടുവന്ന് തന്നു. വാ, ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. പാവ സെക്യൂരിറ്റി എന്നെ നോക്കുവാണെങ്കിൽ പുള്ളി വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. പോയിട്ട് വരാം. കുറച്ച് ടൈം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോബിൻ്റെ ചേച്ചി പ്രസവിച്ചില്ലേ, കുഞ്ഞിനെ ഒന്ന് ഓടിപ്പോയി കണ്ടിട്ട് വരാം എന്ന് വെച്ചാൽ ഇതിലേ കൊണ്ട് വന്നപ്പോഴത്തേക്ക് കൊച്ചു ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ പിന്നെ വാങ്ങിക്കാം. അതെങ്കിലും ആലോചിച്ച് നല്ല കടയിലൊക്കെ പോകുമ്പോൾ ഓർത്ത് വാങ്ങിച്ചാൽ എനിക്കൊരു സന്തോഷമാണ്. പെട്ടെന്ന് ഓൺ ദ വേ ജോൺസൺസ് ബേബി പൗഡർ ഒന്നും വാങ്ങിച്ചാൽ എനിക്ക് തൃപ്തിയാവത്തില്ല. ഗൂഗിൾ പേ വന്നതോടുകൂടി എല്ലാം ഈസിയായി. ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എനിക്ക് ഒത്തിരി മെമ്മറീസ് ഉള്ളൊരു ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കസം വന്നാൽ ഞങ്ങളെ പോകാൻ പറയുന്ന ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിലെ ക്ലാസ് പിക്നിക്ക് പോലെ പോയായിരുന്നു. അന്ന് അവിടെ വെള്ളത്തിലൊക്കെ കുളിച്ച്, ആ ഫോട്ടോസ് എൻ്റെ ഉണ്ടെന്നുണ്ട്, കളിച്ച് എല്ലാം ആയി. ക്ലൈമാക്സ് ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒരു പാറയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വേവ് വന്നപ്പോൾ സ്ലിപ്പ് ചെയ്ത് തൊട്ട് താഴെയുള്ള ഒരു പാറയിൽ എൻ്റെ കാല് കൂടി ഇങ്ങനെ കുത്തി, ഇങ്ങനെ എൻ്റെ ഫ്ലഷ് കാലിൻ്റെ അടിയിൽ നിന്ന് ഇളകി. അന്ന് എന്തൊക്കെയൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലെത്തി. രാത്രി പിറ്റേന്ന് രാവിലെ ഞാൻ ഇവിടെയാണ് അത് കാണിക്കാൻ വന്നത്. അങ്ങനെ ഒരുപാട് ദിവസം ഡ്രസ്സിങ്ങിന് ഇവിടെ വരുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഒരു കൈയുടെ ഒരു സർജറിയൊക്കെ ഇവിടെയാണ് നടന്നത്. സോ എൻ്റെ മെമ്മറിയിൽ എപ്പോഴും ഉള്ളൊരു ഹോസ്പിറ്റലാണ്. ജോർജ് ആൻഡ്രൂസ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഒരു ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ ഇല്ല. റൂമെത്തി. അപ്പോൾ ഇതാണ് ജോബിൻ്റെ അമ്മ. എല്ലാവർക്കും ജോബിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജോബിൻ്റെ അമ്മയെ എല്ലാവരും കാണട്ടെ. ഞാൻ കുഞ്ഞിനെ കണ്ടു, കുഞ്ഞിനെ ജനിച്ചുകൊണ്ടാണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ശരി, ഓക്കെ മാഡം, താങ്ക് യു.
ഭയങ്കര ക്യൂട്ട് ബേബിയാണ്, കുഞ്ഞു ബേബി. ബേബിയുടെ പേര് റെയിൻ, REGIN, ജോ ദിലീപ്. വെരി ക്യൂട്ട് ബേബി. അല്ല നെറ്റിട്ട് വെച്ചോണ്ട് നെറ്റിട്ട കേറൂല. ഹാജയും സൈനയൊക്കെ മോൻ്റെ കല്യാണം വിളിച്ച് വന്നിട്ട് ഇപ്പം അങ്ങോട്ട് ഇറങ്ങി. അവർ വരുന്നതിന് ഒരു ഇച്ചിരി മുന്നേ ഞാനിവിടെ, നമുക്ക് ഇലക്ട്രീഷ്യൻസ് ഉണ്ടായിരുന്നു, ഞാൻ അവരോട് ഞങ്ങളുടെ ഒരു ഓവനിൻ്റെ ഒരു മെഷർമെൻറ്റിൻ്റെ കാര്യം പറയാനായിട്ട് അർജുനെ ഫോൺ ചെയ്തിട്ട് ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് എങ്ങനെ നടന്നു. ആക്ച്വലി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ പ്രശ്നമില്ലായിരുന്നു. തിരിച്ചു പോയപ്പോൾ ഇവിടെ കുമാരി വാഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല പായലുണ്ട്. ഞാൻ നടന്നപ്പോൾ നല്ലപോലെ സ്ലിപ്പ് ചെയ്ത് 2 മുട്ട് ഇടിച്ച് വീണു. ഒരു മുട്ട് ഫുള്ള് മുറിഞ്ഞു, താഴെ കാല്, നഖം അവിടെയൊക്കെ നല്ല ഹേർട്ടായി. ഇനി എന്നൊന്ന് ഉറങ്ങി എണീറ്റ് നാളെ ആയാലേ മറ്റെവിടെയെങ്കിലും ഹേർട്ടായോ എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ കുറച്ച് നേരട്ടെ ഞാൻ പായൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് എവിടെയോ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് എവിടെയോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മുഖംകുത്തി വീണതോടുകൂടി നിർത്തി. കുറേ നാളായി വീണിട്ട്. സത്യമായിട്ട് എൻ്റെ മുട്ടിടിച്ചൊക്കെ ഞാൻ വീണിട്ട് ഒരുപാട് നാളായി, എൻ്റെ ഓർമ്മയിലേ ഇല്ല. ഒരു 20 വർഷത്തിൽ കൂടുതൽ. അവസാനമായിട്ട് എനിക്ക് ഞാൻ നന്നായിട്ടൊന്നിങ്ങനെ തെന്നിപ്പോയി വീണത്, ഒരിക്കൽ വീണത് ഹസീനയുടെ മോളുടെ കല്യാണത്തിന് 2000 2010-11 ആണ് എപ്പോഴും തിരുനെല്ലിയിൽ അവരുടെ വീട്ടിൽ കല്യാണത്തിന്. ഇപ്പോൾ അവരുടെ വീട്ടിൽ പുറത്ത് ചെടികളുടെ ഇടയിൽ മറ്റേ ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഹസീനയുടെ അനിയനെ കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുക, ഞങ്ങളുടെ സെയിം സ്കൂളിലാവില്ല. അപ്പോൾ ദർവേഷിനോട് സംസാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ അങ്ങോട്ട് നടന്നത്, ഞാൻ സ്ലിപ്പ് ചെയ്ത് വീണ്, എൻ്റെ മുഖം ഇവിടെ ഇടിച്ച് വീണ്. അതാണ് ഞാൻ വീണത്. ഇപ്പോൾ ഒരു 15 വർഷത്തിനകത്ത് അന്നാണ് ഞാൻ ലാസ്റ്റ് വീണത്. അതിന് മുന്നേ ഞാൻ ഓസി കുഞ്ഞായിരുന്നപ്പോൾ പിള്ളേരെന്തോ തറയിൽ വെള്ളം കുടിച്ചിട്ടെന്തോ വെള്ളം ഇട്ടിരുന്നു, ഓർക്കാതെ ഇങ്ങനെ നടന്നതും ഞാൻ സ്ലിപ്പ് ചെയ്ത് ഒരിക്കൽ വീണു. പിന്നെ ഓസി ജനിച്ച ആ ഒരു ഇടയ്ക്കും ഞാൻ ഒരിക്കൽ ഇതുപോലെ വീണിട്ട് അതും ഞാൻ മൂക്കിൻ്റെ ഇവിടെ ഇടിച്ചൊക്കെ വീണേ, അങ്ങനെ വീണു. അങ്ങനെ ഈ പോയ ഒരു 30 വർഷത്തിനകത്ത് നമ്മൾ നമ്പർ ഓഫ് ടൈംസ് നമ്മൾ വീഴുന്നതൊക്കെ വളരെ കുറവാണ്. കാരണം നമ്മൾ കുറച്ച് കുഞ്ഞിൻ്റെ ഉള്ള പോലെ അല്ലല്ലോ, നമ്മൾ കുറച്ച് കെയർഫുള്ളാവും. ഈ വഴി നടക്കുമ്പോൾ ഞാൻ അത്രയ്ക്ക് കെയർഫുള്ളാണ്. അവിടെ പായലാണ് ക്ലീൻ ചെയ്യണേ എന്ന് ഞാൻ എന്നും പാട്ട് പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഫൈനലി കുമാരി ക്ലീൻ ചെയ്യാൻ വന്നു. ഒക്കെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് വെച്ചിട്ട് ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സിലാണ്. ഞാൻ ഫോണിലൊരു കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് യൂഷ്വലി ഞാൻ നടക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ താഴെ നോക്കി പോകും. ഇത് ഞാൻ അത്ര ശ്രദ്ധിക്കാതെ, കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ ഡ്രൈ ആയിരുന്നു. തിരിച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ബ്ലീച്ചിങ് പൗഡറിൽ പുള്ളിക്കാരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. അത് ഞാനിങ്ങനെ സംഭവം ശ്രദ്ധിച്ചില്ല. അങ്ങോട്ട് നടന്നത് സ്ലിപ്പ് ചെയ്ത് മുട്ടിടിച്ച്. പക്ഷേ ഭാഗ്യമാണ്, വലുതായിട്ടൊന്നും പറ്റിയില്ല. എൻ്റെ മൊബൈൽ പോലും താഴെ പോയില്ല. എല്ലാം എല്ലാം കയ്യിൽ തന്നെ ആയിരുന്നു. മുട്ട് കുറച്ച് മുറിഞ്ഞു, ഈ റൈറ്റ് ലെഗിലും മുറിഞ്ഞു, ലെഫ്റ്റിൽ കുറച്ച്, റൈറ്റ് ലെഗിൽ കാലിൻ്റെ നീലൊക്കെ ഭാഗ്യത്തിന് ഞാൻ ഇന്നലെ എൻ്റെ കാലിൻ്റെ നെയിൽ ഷോർട്ടായിട്ട് വെട്ടി. അത് നീണ്ടിരുന്നെങ്കിൽ അതിപ്പോൾ ഒടിങ്ങനെ, ലൈക്ക് അങ്ങനെ ആ കാലിൻ്റെ വിരൽ ഇങ്ങനെ ആയിപ്പോയി. എല്ലാം സംഭവിക്കുന്നത് നല്ലത്. അതുകൊണ്ട് ഇന്ന് എല്ലാവരും കൂടെ മത്സരിച്ച് ക്ലീൻ ചെയ്യുക ആയിരിക്കും. അപ്പം ഇന്ന് ഞാൻ വീണു, നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും ഇനി വീഴുക. ഞാനിപ്പോൾ കുറച്ചൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ അവരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഈ വ്ളോഗിന് എത്ര ലെങ്ത് കിട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല. ആക്ച്വലി ഇന്നലത്തെ Q&A ഒരു Q&A ഞാൻ പോയി കുളിച്ച്, ഞാൻ നേരത്തെ വീണപ്പോഴുള്ള ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി, അത് ഞാൻ കഴുകിയിട്ട് ഇപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് ജോലിയൊക്കെ ചെയ്തപ്പോൾ വീണ്ടും ലൈക്ക് സ്വെറ്റിംഗ് ലൈക്കല്ല. അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഇന്നലത്തെ Q&Aയുടെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ആൻസർ ചെയ്തിട്ട് നമുക്ക് ഈ വ്ളോഗ് അവസാനിപ്പിക്കാം. ഇന്ന് ഞാൻ വീണതും എനിക്കിവിടെ കുറേ എക്സ്ട്രാ പണിയുള്ളതും ഒക്കെ ആയിട്ട് ഞാനൊന്ന് എൻ്റെ Q&Aയുടെ ബാലൻസ് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഞാൻ പോയി നോക്കിയപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ വന്ന Q&Aയുടെ ഞാൻ സ്ക്രീൻഷോട്ട്സ് ഇന്നലെ എടുക്കാൻ വിട്ടുപോയേ.
ഇന്നലെ ഞാൻ ആ Q&A ഇട്ടത് എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് ടൈം ഉച്ചയായിട്ടുള്ള ടൈമിലായിരുന്നു. അപ്പോൾ 24 hours കഴിയുമ്പോൾ ഇതെല്ലാം പോവും. നല്ല ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. ഞാനൊന്ന് ഫ്രീ ആയി കുറേ പണി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വെച്ചാൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഒരു 3-4 നല്ല ക്വസ്റ്റ്യൻസ് നോക്കട്ടെ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ പോയി നോക്കുന്നു. ഒന്നുമില്ല. ഞാൻ പോയി ഇഷാനി ഇന്നലെ വന്ന ആ ഇൻസ്റ്റയിലിട്ട Q&A തിരിച്ച് കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇഷാനി പറഞ്ഞില്ല 24 hours ആകുമ്പോൾ അതങ്ങ് പോവും. ഞാൻ എന്താ സ്ക്രീൻഷോട്ട്സ് എടുക്കാത്തത് എനിക്ക് തന്നെ അറിഞ്ഞു. എപ്പോഴും ഞാൻ എടുത്തു വയ്ക്കുന്നതാണേ. ലൈക്ക് ഇന്നലെ തൊട്ട് ഇന്ന് വരെയുള്ള എൻ്റെ ഐ വാസ് എക്സ്ട്രീംലി ബിസി. ഈ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഒത്തിരി പണിയുണ്ടായിരുന്നു. ഓസി നാളെ വെളുപ്പിനെ എത്തുന്നത്. ഓസിക്ക് വരാൻ ഡ്രൈവറിനെ വിളിക്കണം, കുറേ സെറ്റ് ചെയ്യാനുണ്ട്. ഓസിയുടെ വാഷിംഗ് മെഷീൻ കേടായിരിക്കുമായിരുന്നുകൊണ്ട് കുറച്ച് തുണികൾ കൊണ്ടുവന്നു, അത് വാഷ് ചെയ്തു, നാളെ കൊടുക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ വൈകുന്നേരം എല്ലാവരും ഡിന്നറും അതും ഇതുമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. സോറി കേട്ടോ. ഇനി നമുക്ക് എന്നോട് നിങ്ങൾ കേട്ട ക്വസ്റ്റ്യൻസ് ഇല്ല എന്നോട് Q&A ചോദിച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ആണ് ചോദിച്ചെങ്കിൽ ഒരിക്കൽ കൂടെ എനിക്കൊന്ന് ഇൻസ്റ്റയിൽ അയച്ചു തരുമോ, ഞാനതെടുത്തിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഐ തിങ്ക് ബെറ്റർ സ്റ്റോപ്പ് ചെയ്യാൻ, ഫ്രഷ് ആയിട്ട് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് ഐ തിങ്ക് വി ക്യാൻ പുട്ട് 1 more Q&A. ആ Q&A നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണേ. എനിക്ക് ഏതൊക്കെയോ ആൻസർ ചെയ്യണമുണ്ടായിരുന്നു. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് എടുക്കാത്തതുകൊണ്ട് കഷ്ടമായിപ്പോയി. അപ്പോൾ ഞാൻ നിർത്തട്ടെ ഈ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ഓഫ് യു ടേക്ക് കെയർ. എനിക്ക് വേറെ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു കേട്ടോ. ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഈ അടുത്ത കാലത്ത് ധാരാളം വി ആർ ഹിയറിങ് അബൌട്ട് ഒത്തിരി ഈ സൂസൈഡ് കേസ്. ഈ അടുത്ത് ഒരു ലേഡി 2 കുട്ടികളുമായിട്ട് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിച്ചു. അതൊക്കെ ഇറ്റ് വാസ് ലൈക്ക് വറിയിങ് മീ സോ മച്ച്. എല്ലാവരും എവ്രിബഡി ലൈഫിൽ എല്ലാവരും പലതരം പ്രശ്നങ്ങളുമായിട്ട് ആണ് ജീവിക്കുന്നത്. ഓൾ കൈൻഡ് ഓഫ് പ്രശ്നംസ് എല്ലാവർക്കും കാണും. നമ്മൾ അതാരെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പ്ലീസ്. എങ്ങനെയെങ്കിലും എന്താണ് ഈ ഒരു മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. അവരത് ചെയ്യാതിരുന്നെങ്കിൽ സോ സാഡ്. ആ കുട്ടികളെ കണ്ടിട്ട് സച്ച് ബ്യൂട്ടിഫുൾ ചിൽഡ്രൻ, ദേ ലുക്ക് ലൈക്ക് വെരി സ്മാർട്ട് ചിൽഡ്രൻ. കുറച്ച് വർഷങ്ങൾ കൂടെ ഒന്ന് കടന്നു പോയെങ്കിൽ ആ കുട്ടികളൊക്കെ ഒന്ന് ജീവിതത്തിൽ രക്ഷപ്പെട്ട് ഇവരുടെ ജീവിതമൊക്കെ നല്ലപോലെ ആയിപ്പോയേനെ കേട്ടോ. വെരി സാഡ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ പരിചയത്തിലുള്ള, നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എനിബഡി ആർക്കെങ്കിലും നമുക്കൊന്ന് ഇഫ് ദേ ആർ ഗോയിങ് ത്രൂ എ വെരി ബാഡ് ഫേസ് ഇൻ ലൈഫ് എന്ന് നമുക്ക് തോന്നിയാലുണ്ടല്ലോ, ട്രൈ ആൻഡ് ടോക്ക് ടു ദം. ട്രൈ ആൻഡ് അവർക്ക് ജീവിതം കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനും ലൈക്ക് നിങ്ങൾക്കുള്ള നല്ല ലൈഫ് അവിടെ കുറച്ചപ്പുറത്തുണ്ട്. ഡോണ്ട് വറി. ഈ ഒരു ഫേസ് മാറും. എന്തൊക്കെ പ്രശ്നമാണെങ്കിലും ടൈം വിൽ ചേഞ്ച്, ഇറ്റ് ഹാസ് ടു ചേഞ്ച്. സോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുക. സംഭവം നമ്മളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ, ഫിനാൻഷ്യലി ഓർ മോറലി, അല്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞ് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാനോ, അവർക്ക് കുറച്ച് കാലം അവരുടെ കുട്ടികളൊക്കെ ഒന്ന് വളർന്ന് വലുതായി ഒരു ജോലിയിലൊക്കെ കയറി ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റുന്ന ആ ഒരു പീരീഡ്. മേ ബി ഒരു 7-8 പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിനൊരു ജോലി കിട്ടി ഒന്ന് രക്ഷപ്പെടാൻ ഒരു 7-8 വർഷം മതിയാവും. അപ്പോൾ അത്ര കാലം അവർക്കൊന്ന് സർവൈവ് ചെയ്ത് പോകാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് ഒന്ന് ജീവിച്ച് പോകാനുള്ള ഒരു ഇത് കൂടെ ഉള്ളവർ തന്നെ ഒരുക്കി കൊടുക്കണം. ക്ലോസ് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എനിബഡി. അതുകൊണ്ട് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ലൈഫിലൂടെ പോകുന്നെങ്കിൽ ആ ഒരു നമുക്ക് ജീവിതം അവസാനിപ്പിക്കണം എന്നൊക്കെ തോന്നുന്ന പോലത്തെ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ടോക്ക് ടു സംബഡി അബൌട്ട് ഇറ്റ്. ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ബോട്ടിൽ നമ്മളെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും എന്നൊക്കെ തോന്നുമായിരിക്കും. ഡോണ്ട് ബോദർ അബൌട്ട് ഓൾ ദാറ്റ്. ജസ്റ്റ് ഷെയർ ഇറ്റ് യുവർ ക്ലോസ് ഫ്രണ്ട്സ്. ആരോടെങ്കിലും പറയാം ലൈക്ക് ദിസ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ത്രൂ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഫിനിഷിങ് ഇറ്റ് ഓഫ് എന്നൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് ഷെയർ ഇറ്റ് വിത്ത് സംബഡി. ഷെയർ ഇറ്റ് വിത്ത് സംബഡി യു ക്യാൻ ട്രസ്റ്റ്. ആരോടെങ്കിലും 2-3 പേരോട് ഷെയർ യുവർ ഇഷ്യൂസ്. ഐ തിങ്ക് ദാറ്റ് വിൽ ഹെൽപ്പ്. അപ്പോൾ ആരെങ്കിലും പറയുമോ നോ അങ്ങനെ ചെയ്യരുത്, ആൻഡ് ദേ മൈറ്റ് ജസ്റ്റ് അഡ്വൈസ് യു, ദേ മൈറ്റ് മേക്ക് യു ഫീൽ ബെറ്റർ. ഞാൻ എന്താ പറയണല്ലേ, എന്തൊക്കെയോ പറയുന്നത്. ഐം ജസ്റ്റ് തിങ്കിങ്. ഞാൻ ഇങ്ങനെ ആലോചിക്കുക എൻ്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഇതുപോലെ ജീവിതത്തിൽ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദേ ജസ്റ്റ് ഫീൽ ലൈക്ക് എൻഡിങ് അപ്പ് എവറിത്തിങ്. അതുപോലെ എന്നോടൊക്കെ ഒന്ന് പറയാം, ഞാൻ അവർക്ക് ജീവിക്കാൻ മുമ്പോട്ടുള്ള ആ ഒരു ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. ലൈക്ക് ഹോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഐ കീപ് ടെല്ലിങ് എവറിബഡി ലൈക്ക് നമ്മുടെ when we are going through a lot of problems and issues, and it can be any kind of things, relation in marriage or നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്ത് പ്രശ്നം,
ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ പലതരം പ്രശ്നങ്ങളിലൂടെയാണ് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എപ്പോഴും നമുക്ക് മനസ്സിലൊരു ഹോപ്പ് ഉണ്ടാവണം. ലൈക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടണൽ, വി ഗോയിങ് ത്രൂ എ ടണൽ വിച്ച് മേ ബി ഡാർക്ക് ആൻഡ് വിച്ച് മേ ബി ലുക്കിംഗ് സ്കെയറി. പക്ഷേ ഒരു കുറച്ചുകൂടെ ഒന്ന് പോയാൽ ആ ടണലിൻ്റെ അറ്റത്തപ്പുറത്ത് കുറച്ച് പ്രകാശം കാണും, കുറച്ച് വെളിച്ചം അവിടെ ഉണ്ടാവും. സോ കുറച്ച് സന്തോഷം അവിടെ നമ്മളെ കാത്തു ഇരിക്കുന്നുണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ദിവസങ്ങൾ എന്തായാലും വരും എന്നൊക്കെയുള്ളൊരു ഹോപ്പ് വെച്ചിട്ട് ആ ഒരു വെളിച്ചം കാണാനായിട്ട് ആയിരിക്കണം നമ്മുടെ ഒരു യാത്ര. ഇപ്പോൾ ഹാർഡ്ഷിപ്സ് എന്തും ആവട്ടെ, എങ്ങനെയെങ്കിലും അതിനെ മറികടക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന അത്രത്തോളം മോശപ്പെട്ടവരായിരിക്കില്ല നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും. ആരെങ്കിലും കാണും നമ്മളെ സഹായിക്കാൻ, ആരുടെയെങ്കിലും സഹായം ഏറ്റുവാങ്ങി എങ്ങനെയെങ്കിലും ആ ഒരു ഫേസ് ഒന്ന് തള്ളി നീക്കാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആലോചിക്കും, ഓഹ് അന്നും വേണ്ടാത്ത മണ്ടത്തിലൊന്നും കാണിക്കാത്ത നന്നായി, ഇപ്പം എല്ലാം ഓക്കെ ആയല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും കേട്ടോ. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ഐ ഹവ് ഗോൺ മെനി ടൈംസ്. പക്ഷെ ഓൾവേസ് എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, എല്ലാം ശരിയാവും, എവറിത്തിങ് വിൽ ബി ഫൈൻ, എല്ലാം ഓക്കെ ആവും, good days are ahead of me. And I used to always keep telling myself and my children, you know, always you should do that. Just I feel very sad to hear about ഇപ്പോൾ നടക്കണം ഒത്തിരി ഇൻസിഡൻറ്റ്സ്. ടി വി വെച്ചാൽ നമുക്ക് സങ്കടമാണ്, നമ്മുടെ മൂഡ് പോകും. ലെറ്റ്സ് ജസ്റ്റ് പ്രേ ഫോർ പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ ഡിഫിക്കൽട്ട് ടൈംസ്. സോ ദാറ്റ്സ് ഓൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ. മൂഡ് പോയി. ബൈ.